മനുഷ്യസ്നേഹി ആ രീതിയിൽ തന്നെ നിന്നുകൊണ്ട് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ സിനിമകളും എല്ലാം. ഇപ്പോൾ അദ്ദേഹം പ്രണാമമർപ്പിക്കുകയാണ്. മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ടിട്ട് ധ്യാൻ ശ്രീനിവാസൻ എഴുന്നേറ്റ് നിന്നില്ല. ഇവൻ എന്തൊരു അഹങ്കാരാണ്. ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രീനിവാസന്റെ മൃതദേഹം കാണാൻ വന്നതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായ ഒരു സംഗതിയാണിത്. എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ആളുകൾക്ക് പറയാൻ കഴിയുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സ്വന്തം അച്ഛൻ മരിച്ചു കിടക്കുമ്പോൾ പിണറായി വിജയൻ എന്നല്ല ഉടയതമ്പുരാൻ വന്നാൽ പോലും എണീച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. മുഖ്യമന്ത്രിക്ക് ഇതിൽ യാതൊരു റോളും ഇല്ല കേട്ടോ. ഇനി ആരും അങ്ങനെ വിചാരിക്കണ്ട. മൂപ്പര് ധ്യാനം എണീക്കാത്തതൊന്നും ശ്രദ്ധിച്ചിട്ടും കൂടി ഉണ്ടാവില്ല. മൂപ്പര് വന്നു റെയ്ത്ത് വെച്ചു, കൈ കൂപ്പി വണങ്ങി, ധ്യാനം ഒന്ന് തൊട്ടു, അതിനുശേഷം മൂപ്പര് തിരിച്ചുപോയി. പക്ഷെ അവിടെ പ്രശ്നം മുഴുവനും വേറെ കുറെ ആൾക്കാർക്കാണ്. ഇവരൊക്കെ എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞുണ്ടാക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ധ്യാന്റെ അടുത്തിരിക്കുന്ന പെൺകുട്ടി അത് വിനീതിന്റെ അല്ലെങ്കിൽ ധ്യാന്റെ ഭാര്യയാണെന്ന് തോന്നുന്നു. ആ പെൺകുട്ടി മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ എഴുന്നേറ്റ് നിന്നിരുന്നു. പക്ഷെ അത് കണ്ട പിണറായി വിജയൻ ആ പെൺകുട്ടിയോട് ഇരിക്കാൻ ആവശ്യപ്പെടുകയാണ് ചെയ്തത്. അങ്ങനെയുള്ള ആൾക്ക് ധ്യാൻ എഴുന്നേറ്റ് നിൽക്കാത്തതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും മുഖ്യമന്ത്രി ശ്രീനിവാസനെ അവസാനമായി കാണാവുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കണ്ടുനോക്കാം. എല്ലാ രാഷ്ട്രീയപരമായി ഒരുപക്ഷെ അദ്ദേഹത്തെ യോജിപ്പുകൾ എന്തെങ്കിലും തന്നെ പ്രകടമാക്കിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അടിസ്ഥാനപരമായ ഒരു മനുഷ്യസ്നേഹി ആ രീതിയിൽ തന്നെ നിന്നുകൊണ്ട് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ സിനിമകളും എല്ലാം. ഇപ്പോൾ അദ്ദേഹം പ്രണാമമർപ്പിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രീനിവാസന് അന്തിമോപചാരം അർപ്പിക്കാനായി ടൗൺ ഹാളിലേക്ക് എത്തിയിട്ടുണ്ട്. ഫോൺ മൊബൈലൊന്ന് താത്തിയതായി. കണ്ടില്ലേ? ഇതിനുശേഷം ഇതിന്റെ കമന്റ് ബോക്സിലും സോഷ്യൽ മീഡിയയിൽ പലയിടത്തും വന്ന കമന്റുകൾ ഞാൻ വായിച്ചുതരാം. മുഖ്യമന്ത്രി അരികിലെത്തിയിട്ടും ഒന്ന് എണീറ്റ് നിൽക്കാനുള്ള മാന്യത കാണിക്കാമായിരുന്നു. CM വന്നപ്പോൾ ജസ്റ്റ് എണീക്കാമായിരുന്നു. അതൊരു മര്യാദയായിരുന്നു. ശ്രീനിവാസൻ സാർ ആയിരുന്നെങ്കിൽ അത് ചെയ്തേനെ. എഴുന്നേറ്റില്ലെങ്കിലും അദ്ദേഹത്തിന് തോൾ കൈവച്ചപ്പോൾ ആ തോളിൽ ഒന്ന് പിടിക്കാമായിരുന്നു. ബഹുമാന സൂചകമായിരുന്നു. ഇത്രയും പ്രായമുള്ള ഒരാൾ വരുമ്പോൾ എണീറ്റ് നിൽക്കണം എന്ന് ഇനി ഏത് സ്കൂളിൽ നിന്നും പഠിക്കണം. അദ്ദേഹം സംസ്ഥാന മുഖ്യമന്ത്രിയാണ്. ഇനി ആരുമല്ലെങ്കിൽ കൂടി ശ്രീനിവാസന്റെ മകൻ എഴുന്നേൽക്കാത്തത് ഒരു വല്ലായ്മ സൃഷ്ടിച്ചു. മോശമായി പോയി. മാനസികാവസ്ഥ മാനിക്കുന്നു. എങ്കിലും കുറച്ച് വിനയം കാണിക്കാമായിരുന്നു. കേരളത്തിലെ മുഖ്യമന്ത്രി സ്വന്തം അച്ഛനൊരു നോക്ക് കാണാൻ വന്നപ്പോൾ ഒരു ബഹുമാനമൊക്കെ ആകാമായിരുന്നു. പാർട്ടി ഏതുമാകട്ടെ, വ്യക്തി ആരുമാകട്ടെ, കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന നിലയിൽ ആദരവ് നൽകി പെരുമാറണം. അതാണ് ശരിയായിട്ടുള്ള രീതി. എഴുന്നേറ്റ് നിൽക്കുകയൊന്നും വേണ്ട. മുഖ്യമന്ത്രി ആശ്വാസം എന്നാണ് കൈ നീട്ടിയപ്പോൾ തിരിച്ചൊന്ന് കയ്യിൽ സ്പർശിക്കാമായിരുന്നു എങ്കിലും ചെയ്യാമായിരുന്നു. ഞാനുണ്ടാകുന്ന ബലം വലുതാകുമായിരുന്നു. രാഷ്ട്രമൊന്നും നോക്കേണ്ടിയിരുന്നില്ല. നമ്മുടെ സംസ്ഥാനത്തിന്റെ ഒരു മുഖ്യമന്ത്രിയാണ് അദ്ദേഹം. പ്രായത്തെ മാനിച്ചെങ്കിലും ആ മകരം എഴുന്നേറ്റ് നിൽക്കാമായിരുന്നു. കണ്ടില്ലേ? എത്ര ആളുകളാണ് ഇങ്ങനെ കമന്റ് ചെയ്തതെന്ന് നോക്കൂ. എന്റെ ഒന്നും മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത പോലും വന്നിട്ടില്ല. അച്ഛന്റെ മരണത്തിൽ അത്യധികം വേദന അനുഭവിച്ചിരിക്കുന്ന ഒരു മകൻ ഈ സമയത്ത് ഇങ്ങനെയൊക്കെ തന്നെ പെരുമാറത്തുള്ളൂ. അങ്ങനെ പെരുമാറാൻ അയാൾക്ക് കഴിയുകയുള്ളൂ. അതിന് കാരണം അയാൾക്ക് അച്ഛനോടുള്ള സ്നേഹം തന്നെയാണ്. അച്ഛന്റെ മരണത്തിൽ അയാൾ എത്രത്തോളം വേദന അനുഭവിക്കുന്നു എന്നതിന്റെ തെളിവാണ്. ധ്യാനും അച്ഛനും തമ്മിലുള്ള ബന്ധത്തിന് ആഴം അറിയാവുന്നവർക്ക് മാത്രമേ അത് മനസ്സിലാവുകയുള്ളൂ. കേവലം അച്ഛനും മകൻ ബന്ധമായിരുന്നില്ല അവർ തമ്മിലുണ്ടായിരുന്നു. അവര് സുഹൃത്തുക്കളെ പോലെ ആയിരുന്നു. പരസ്പരം കളിയാക്കിയും വഴക്ക് കൂടിയും വിമർശിച്ചും സ്നേഹിച്ചും ഒക്കെയാണ് അവർ ഇത്രയും കാലം കഴിച്ചു കൂട്ടിയിരുന്നത്. അതിനുള്ള എത്രയോ തെളിവുകൾ സോഷ്യൽ മീഡിയയിൽ തന്നെ ലഭ്യമാണ്. ഒരു വീഡിയോ കണ്ടോക്കാം. അച്ഛന്റെ പ്രിയപുത്രൻ ആരാണ്? എന്തെങ്കിലും മറ്റേ കുനിഷ്ട ഉത്തരം പറഞ്ഞു. ആൻസർ പറ. എന്തായിരിക്കും അച്ഛൻ പറഞ്ഞത്? അവരെന്റെ മക്കളായിരിക്കില്ല എന്ന് ചിലപ്പോ പറയും. എവിടെ ഒന്നും പറയാൻ പറ്റില്ല. എന്താ എങ്കിലും ഉത്തരം കേട്ടോളൂ. രണ്ടുപേരെയും പൂർണ്ണമായിട്ട് പ്രിയപ്പെട്ടതായിട്ട് തോന്നിയിട്ട് തുടങ്ങിയിട്ടില്ല. കണ്ടല്ലോ, അച്ഛൻ അത്രയധികം മനസ്സിലാക്കിയ ഒരു മകനാണ് ധ്യാൻ. അച്ഛൻ എന്ത് പറയും, എങ്ങനെ പറയും എന്നൊക്കെ ധ്യാന് നല്ല നിശ്ചയമുണ്ട്. അവരെന്റെ മക്കളല്ല എന്ന് പറയാൻ വരെ സാധ്യതയുണ്ട് എന്നാണ് ധ്യാൻ പറഞ്ഞത്. ഏകദേശം അതേപോലെ തന്നെ ഒരു മറുപടിയാണ് ശ്രീനിവാസൻ പറഞ്ഞത്. മക്കളിൽ ആരോടാണ് കൂടുതൽ പ്രിയം എന്ന ചോദ്യത്തിൽ രണ്ടുപേരെയും അത്ര പ്രിയപ്പെട്ടവരായിട്ട് തോന്നിയിട്ടില്ല എന്നാണ് ശ്രീനിവാസൻ പറഞ്ഞ മറുപടി. ശ്രീനിവാസന് മാത്രമേ ഇങ്ങനെ ഒരു മറുപടി പറയാൻ കഴിയുകയുള്ളൂ. പക്ഷെ ശ്രീനിവാസൻ ഇങ്ങനെ ഒരു മറുപടി പറഞ്ഞത് കേട്ടപ്പോ അത് കേട്ട ധ്യാനോ വിനീതിനോ ഒരു തരി ദുഃഖം പോലും തോന്നിയിട്ടില്ല എന്നുള്ളതാണ്. അയ്യോ, എന്റെ അച്ഛനെ ഞങ്ങൾ രണ്ടുപേരും
രണ്ടുപേരെയും ഇഷ്ടമല്ലല്ലോ എന്ന് അവർ ചിന്തിക്കില്ല. കാരണം അവർക്ക് അവരുടെ അച്ഛനെ നന്നായി അറിയാം. അയാളിൽ നിന്നും അങ്ങനെയുള്ള മറുപടികളെ വരികയുള്ളൂ. അച്ഛന്റെ ഇത്തരത്തിലുള്ള സംസാരങ്ങൾ ആസ്വദിക്കുന്ന മക്കളാണ് അവർ. എത്രയോ വർഷങ്ങളായി അവർ കാണുന്നതാണ്. ഇനി ശ്രീനിവാസനും ഭാര്യയും 2 മക്കളും അടങ്ങുന്ന പഴയ ഇവരുടെ ഒരു ഇന്റർവ്യൂവിന്റെ ചെറിയൊരു ഭാഗം ഞാൻ അവിടെ പ്ലേ ചെയ്യിപ്പിച്ച് കാണിച്ചു തരാം. അറിയിക്കാൻ പറ്റാത്തത് എന്ത് തോന്നുന്നു? ഞാൻ അത് തന്നെയാണ്. അച്ഛന് കുറച്ചുകൂടെ പക്വത വേണമെന്ന് തോന്നുന്നുണ്ടോ? എല്ലാം പറയണം. അല്ലെങ്കിൽ ഈ പരിപാടി ഒന്നും പോവില്ലല്ലോ. മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെ പരിപാടി നടക്കണമെങ്കിൽ ഇത് ഓപ്പണായിട്ടൊക്കെ പറഞ്ഞ് പറയണം. അല്ല, കൈരളിയിലെ പ്രോഗ്രാം ഏതായാലും കഴിഞ്ഞല്ലോ. അപ്പൊ ഇനി കുറച്ചും കൂടെ പക്വത. പടമില്ലാത്ത സമയത്ത് ഇതുപോലത്തെ പോലെ പറച്ചിൽ മാത്രല്ലേ ഉണ്ടാവും. പടമൊന്നുമില്ലെങ്കിൽ ഇങ്ങനെ കുറെ പറച്ചിലിങ്ങനെ വരുന്നുണ്ടാവും. ആരും ശ്രദ്ധിക്കൊന്നുമില്ല. ഒരാളവിടെ നിന്ന് ഇങ്ങനെ പറയുന്നുണ്ടാവും. അവരെ പണി നോക്കിപ്പോ അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കും. അതായത് നാട് നന്നാവുന്നില്ല അല്ലേ? ഞാൻ എന്റെ പേര് ഭയങ്കര തെറ്റിദ്ധാരണയായിരുന്നു എനിക്ക്. എങ്ങനെയെങ്കിലും ചുറ്റുപാടൊക്കെ ഒന്ന് നന്നാക്കി എടുക്കണം എന്ന് വിചാരിച്ചിട്ട്. രക്ഷയില്ലല്ലേ? ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ആളുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ജീവിതത്തിൽ നിന്റെ എയിം എന്താണ്? ഇപ്പൊ തോന്നുന്ന ഡ്രീമാണ്. ഇപ്പൊ ഒരു സിനിമ കാണണമെന്നാണ് ആഗ്രഹം. അച്ഛനും മക്കളും നമ്മളൊരു കെമിസ്ട്രി കണ്ടില്ലേ നിങ്ങൾ? എന്ത് രസമല്ലേ കണ്ടിരിക്കാൻ. പരസ്പരം കൊണ്ടും കൊടുത്തും വളരെ ചെറുപ്പത്തിൽ തന്നെ അവരങ്ങനെയാണ്. ശ്രീനിവാസൻ അവരങ്ങനെയാണ് വളർത്തിയത്. ഇങ്ങനെ വളരുന്ന അച്ഛനും മക്കളും ആവുമ്പോൾ ആ അച്ഛൻ മരിക്കുന്ന സമയത്ത് ആ മക്കൾക്കുണ്ടാക്കുന്ന ദുഃഖം നമുക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറമായിരിക്കും. ധ്യാനൊക്കെ ഇന്നും ഇന്നലെയുമായി കരഞ്ഞതിൽ കയ്യും കണക്കുമില്ല. അച്ഛനുമൊത്തുള്ള എത്രയോ നല്ല മുഹൂർത്തങ്ങൾ അവർക്കുണ്ട്. അതെല്ലാം മനസ്സിലേക്ക് ഇങ്ങനെ തികറ്റി വരുമ്പോൾ എങ്ങനെയാണ് കരയാതെ പിടിച്ചു നിൽക്കാൻ കഴിയുക? സത്യനന്ദിക്കാരന്റെ ചുമലിൽ തലവെച്ച് ധ്യാൻ പൊട്ടിക്കരയുന്ന ഒരു രംഗമുണ്ട്. സത്യം പറഞ്ഞാണെങ്കിൽ അത് കണ്ടപ്പോൾ എനിക്ക് തന്നെ കൺട്രോൾ തന്നെ പോയി എന്നുള്ളതാണ്. നമുക്ക് എന്തായാലും ഒന്ന് കണ്ടുനോക്കാം. കണ്ടല്ലോ, ഇങ്ങനെയുള്ള മകനോടാണ് എന്തിനാടാ നീ മുഖ്യമന്ത്രിനെ കണ്ടപ്പോ എഴുന്നേറ്റ് നിൽക്കാത്തത് എന്ന് ആളുകൾ ചോദിച്ചത്. അയാളുടെ അച്ഛനാണ് അവിടെ മരിച്ചു കിടക്കുന്നത്. ആ സമയത്ത് മുഖ്യമന്ത്രിക്കൊന്നും അവിടെ യാതൊരു പ്രസക്തിയുമില്ല. കുറച്ചെങ്കിലും വിവേകമുള്ള ഒരു മനുഷ്യനെ അത് മനസ്സിലാക്കാൻ കഴിയും. ഇനി ഇവരൊക്കെ ശരിക്കും ഇങ്ങനെ കമന്റ് ഇടുന്നതാണോ അതോ ഇനി വല്ല രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായിട്ട് കമന്റ് ഇടുന്നതാണെന്നൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. അല്ല, അങ്ങനെ ചില അഭിപ്രായങ്ങൾ കണ്ടിരുന്നു. പിണറായി വിജയന്റെ പാർട്ടിക്കാരാണ് ഇങ്ങനെ കമന്റ് ഇടുന്നതെന്നും ഇനി അതിലെ പിണറായി വിജയനെ കരിവാരി തേക്കാൻ വേണ്ടി എതിർ പാർട്ടിക്കാരാണ് ഇങ്ങനെ കമന്റ് ഇട്ടതെന്നും എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. പിണറായി വിജയനെ കണ്ടപ്പോൾ ഞാൻ എഴുന്നേറ്റ് നിന്നില്ല എന്നുള്ള തരത്തിലെ കമന്റ് വരുമ്പോൾ അത് നന്നായി ചർച്ച ചെയ്യപ്പെടുകയും പിണറായിക്ക് പൊങ്കാല കിട്ടുകയും ചെയ്യുമല്ലോ. അതിനുവേണ്ടി മറ്റു പാർട്ടിക്കാരാണ് ഇത് ചെയ്യുന്നതും എന്നും പറയപ്പെടുന്നുണ്ട്. പിന്നെ മറുവശത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകാരാണ് ഇത്തരം കമന്റുകൾ ഇടുന്നതും എന്നും പറയപ്പെടുന്നുണ്ട്. ഇനി ആരാണെങ്കിലും ഇത്തരത്തിലുള്ള കമന്റുകൾ വളരെ മോശമാണെന്ന് പറയാതെ വയ്യ. ഒരാളുടെ മരണം വെച്ചല്ല രാഷ്ട്രീയം കളിക്കേണ്ടത്. അച്ഛൻ മരിച്ച് ദുഃഖത്തിൽ ഇരിക്കുന്ന മകനെ വെച്ച് നിങ്ങൾ കളിക്കുന്ന കളികൾക്കൊക്കെ ഉള്ളത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും, ഉറപ്പാണ്. എന്തായാലും നികത്താനാവാത്ത വലിയ നഷ്ടം തന്നെയാണ് മലയാള സിനിമയ്ക്ക് സംഭവിച്ചിട്ടുള്ളത്. പകരക്കാരനില്ല എന്ന് അക്ഷരം തെറ്റാതെ വിളിക്കാൻ കഴിയുന്ന ഒരു കലാകാരനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. ശ്രീനിയെ പോലെ ശ്രീനി മാത്രമേ ഉള്ളൂ. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിന് ആത്മാവിന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.